വിമൻ എന്റർപ്രണേഴ്സ് നെറ്റ്വർക്ക് ഫൗണ്ടേഷൻ വെൻ ബിസ്കോൺ 2024 കൊച്ചി ഗ്രാൻഡ് ഹയത്തിൽ നടന്നു. പരിമിതമായ സാഹചര്യങ്ങളും സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തിയാണ് മുത്തുച്ചിപ്പിയിൽ മുത്തുണ്ടാകുന്നത്. അത്തരത്തിൽ ലോകമാണ് നിങ്ങളുടെ മുത്തുച്ചിപ്പി എന്ന് കരുതുന്നവർക്ക് വിജയം നേടാനാവുമെന്ന് മാക്സ് ഫൗണ്ടേഷൻ സൗത്ത് ഏഷ്യ റീജിയണൽ ഹെഡും നടിയുമായ വിജി വെങ്കടേഷ് പറഞ്ഞു. വിമൻ ഓൺട്രപ്രണേഴ്സ് നെറ്റ്വർക്ക് ഫൗണ്ടേഷൻ വെൻ ബിസ്കോൺ 2024 കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. So if I think back to a definitive moment in my life, it would be 1987. I was 35 years old. You can do the maths, you can know how old I am today. In fact, I can't believe you asked an elderly woman to come and speak to all of you, but I'm very grateful for that. So 1987, I was 35. I had two young children. Returned to India after a very rewarding sojourn in North and South America, which was also disastrous. ഉദ്ഘാടന ചടങ്ങിൽ ഷീല കൊച്ചോസേപ്പ് അധ്യക്ഷത വഹിച്ചു. വേലിക്കെട്ടുകൾ തകർക്കുക, പാരമ്പര്യം കെട്ടിപ്പടുക്കുക എന്ന ടാഗ് ലൈനിൽ സംഘടിപ്പിക്കുന്ന വെൻ ബിസ്കോൺ 2024ന്റെ പ്രമേയം ഇൻസ്പയർ, ഇന്നോവേറ്റ്, ഇവോൾവ് എന്നതാണ്. Beyond business has made Ven today much more than just a strong registered society governed by elected representatives following a set of bylaws. എഴുത്തുകാരനും ബിസിനസ് സ്ട്രാറ്റജിസ്റ്റും പോസിറ്റീവ് റെവല്യൂഷൻ സഹസ്ഥാപകനുമായ പോൾ റോബിൻസൺ, യൂട്യൂബറും ആങ്കറും നടിയും പേളി പ്രൊഡക്ഷൻ സഹസ്ഥാപകയുമായ പേളി മാണി, നാച്ചുറൽ സലൂൺ ആൻഡ് സ്പാ സഹസ്ഥാപകനും MD-യുമായ CK കുമാരവേൽ, അംബിക പിള്ളൈ സലൂൺ സ്ഥാപക അംബിക പിള്ള, ആർത്ത ഫിനാൻഷ്യൽ സർവീസസ് സ്ഥാപക ഉത്തര രാമകൃഷ്ണൻ, PB മുരുകൻ ആൻഡ് അസോസിയേറ്റ്സ് സ്ഥാപക പുഷ്പി മുരുകൻ, പ്യുവർ ലിവിംഗ് സ്ഥാപക ലക്ഷ്മി N മേനോൻ, ഷോപ്പി സഹസ്ഥാപക നികിത ശങ്കർ, ഫെമി സേഫ് സഹസ്ഥാപക നൗറീൻ ആയിഷ, ഇഴ കൺസർവേഷൻ ആർക്കിടെക്ട്സ് സഹസ്ഥാപക സ്വാതി സുബ്രഹ്മണ്യൻ, ഹിപ്സ്വേ സഹസ്ഥാപകയും നടിയുമായ അപർണ ബാലമുരളി, വെൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ദിവ്യ തോമസ്, സെക്രട്ടറി ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി എവിടുന്നാണ്? ചിലർ പറയും എനിക്കിന്റെ വാശിയിലാണ് ഞാൻ ഇത് തുടങ്ങിയെന്ന് പറയും. എന്താ പറയാ? വാശി. അപ്പൊ അവരെന്താ ചെയ്തത്? ആ വാശി വെച്ചിട്ട് അവര് ആ ആളെ അറ്റാക്ക് ചെയ്യാനോ അങ്ങനെയൊന്നുമല്ല അവർ യൂസ് ചെയ്തത്. ഡിസ്ട്രക്ഷന് വേണ്ടി അവരത് യൂസ് ചെയ്തില്ല. They used it for constructing themselves and creating a beautiful life for themselves. ബിസിനസ് കോൺഫറൻസിൽ വിവിധ വ്യവസായങ്ങളിൽ നിന്നുള്ള 700-ലേറെ വനിതാ സംരംഭകരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91 ന്യൂസ്.